കാഞ്ഞിരപ്പള്ളിയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമായി. കാഞ്ഞിരപ്പള്ളി സ്പോർട്സ് സ്കൂളിന്റെ ശിലാസ്ഥാപനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കുന്നംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിനോടനുബന്ധിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ സ്പോർട്സ് സ്കൂൾ വരുന്നത്. കുന്നംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത അധ്യയന വർഷം മുതൽ കായിക അനുബന്ധ പാഠ്യപദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 10ാം ക്ലാസ് വരെ കായികം പഠന പദ്ധതിയുടെ ഭാഗമാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കായിക പ്രവർത്തനങ്ങളായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള സിലബസ് പോലെ പെട്ടെന്ന് പഠിച്ചു കയറാൻ കഴിയില്ല. അതുകൊണ്ട് കായികം അനുബന്ധമായുള്ള പുതിയ പാഠ്യപദ്ധതി അടുത്ത അധ്യയന വർഷത്തിൽ വരികയാണ്. ആ പാഠ്യപദ്ധതിയിലൂടെ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ജി വി രാജ പോലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് +2 കഴിഞ്ഞാൽ സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് മാനേജ്മെൻറ്റ്, ഫിസിയോതെറാപ്പിയിലുള്ള പ്രത്യേക കോഴ്സുകളടക്കം 7ഓളം കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തിയത്. കുന്നംഭാഗം സ്പോർട്സ് സ്കൂൾ ഇനി ജി വി രാജ സ്പോർട്സ് സ്കൂൾ എന്നാവും അറിയപ്പെടുകയെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ കുന്നംഭാഗം സ്പോർട്സ് സ്കൂളിൽ നിർമ്മിക്കാനിരിക്കുന്ന സിന്തറ്റിക് ട്രാക്കിന് 200 മീറ്റർ എന്നുള്ളത് 400 മീറ്ററാക്കി മാറ്റും. ഇതിനായി കൂടുതൽ തുക അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ചടങ്ങിൽ അധ്യക്ഷനായി. ഇന്നിവിടെ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞ 4 വർഷക്കാലമായി നടത്തിയ നിരന്തരമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് സത്യത്തിൽ. ഒരുപക്ഷെ ആരും അറിയാത്ത നിശബ്ദമായ ഒരു യാത്ര ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ആ യാത്ര ഒറ്റയ്ക്കല്ലായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരൊക്കെ ചേർന്നു, ആരൊക്കെ കൈപിടിച്ചു, ആരോടൊപ്പം നടന്നു എന്നുള്ളത് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ. അത് ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് ഇന്ന് വേദിയിലിരിക്കുന്ന കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവറുകളാണ്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി കെ ജീവൻ ബാബു, കായിക വകുപ്പ് ഡയറക്ടർ PIA വിഷ്ണുരാജ്, ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR ശ്രീധർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ തോമസ് കുന്നപ്പള്ളി, ചിറക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശ്രീ വിജയകുമാർ, ആന്റണി മാർട്ടിൻ, സുബിത ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംഭാഗം ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള 5 ഏക്കർ സ്ഥലത്ത് 27,70,00,000 രൂപ ഉപയോഗിച്ചാണ് സ്പോർട്സ് സ്കൂൾ പണിയുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ 5ാമത്തെ സ്പോർട്സ് സ്കൂളാണിത്. സ്പോർട്സ് താരങ്ങളായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ താമസിച്ച് പഠിക്കുന്നതിനും പരിശീലനം നടത്തുന്നതിനുമുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.